ഹലോ ഗൈസ്, ഈ ചുമ്മാ ഇരിക്കുമ്പോൾ വരുന്ന ബോറടി ഉണ്ടല്ലോ, അതെങ്ങനെ മാറ്റാമെന്ന് നമുക്കറിയാമോ? അതായത് ഞാനുണ്ടല്ലോ രാവിലെ ഉറക്കം എണീറ്റ് വെളിയിലോട്ട് നടന്ന് വന്ന് വെളിയിൽ നോക്കിയപ്പോൾ ഒരു നല്ലൊരു പട്ടി, ഒരു അത്യാവശ്യം വലിയൊരു പട്ടി, പക്ഷേ കാണാൻ നല്ല നല്ല വീട്ടിൽ നന്നായിട്ട് ജീവിച്ചൊരു പട്ടിയായിരുന്നു. പക്ഷേ ആരും അതിനെ കൊണ്ട് കളഞ്ഞു. അങ്ങനെ പാവം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഫുഡൊന്നും ഇല്ലാതെ ഞാൻ നോക്കിയ പേപ്പറൊക്കെ തിന്നു. അപ്പം ഞാൻ ചെയ്യൂ പാവത്തിന് തിന്നാൻ കൊടുക്കാൻ. ഞാൻ അമ്മ എടുത്ത് വെച്ചമ്മ അവിടെ എന്തുകൊണ്ട് കഴിക്കാമെന്ന് വെച്ചപ്പം അതിന് കൊടുക്കാൻ രാവിലെ ഞാൻ എണീറ്റതേ ഉള്ളൂ, അമ്മ എണീറ്റതേ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല കൊടുക്കാൻ. അങ്ങനെ ഞാൻ പിന്നെ പാവത്തിനോട് വിട്ടിട്ട് ഞാനങ്ങ് പോയി. എന്നിട്ട് കുറേ കഴിഞ്ഞ് ഇവിടെ ഫുഡൊക്കെ റെഡിയായി. രാവിലെ ചോറൊക്കെ അമ്മ വെച്ച് ചോറ് മീൻകറിയൊക്കെ വെച്ചിട്ട് അമ്മ പോയി. അമ്മ പോയപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ ചുമ്മാ ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വെളിയിൽ പോയി നോക്കിയപ്പോൾ ഈ പട്ടി അതേപോലെ അവിടെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പാവത്തിന് കുറച്ച് ചോറ് മീൻകറി കൊടുക്കാം. അങ്ങനെ ചുമ്മാ ഇരുന്ന ഞാൻ എണീറ്റ് പോയി എൻ്റെ പൂച്ചകളുടെ മുമ്പ് വെച്ച് കുറേ ചോറ് മീൻകറിയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ പട്ടി കൊടുക്കാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഈ പട്ടി അവിടെ ഇല്ല. ഞാൻ അവിടെ എല്ലാം നടന്ന് ഈ റോഡ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്നു നോക്കി, ആ പട്ടി അവിടെ ഇല്ല. പിന്നെ ഈ മേടിച്ച് എന്നാൽ പിന്നെ പട്ടി വരുമ്പോൾ കൊടുക്കാം, അപ്പം ഞാൻ തരുന്നത് കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ചോറ് തിരിച്ച് കൊണ്ടുവന്ന് ഞാൻ നടന്നകത്ത് കയറി പോകുന്ന വഴിയിൽ ഈ ചോറ് മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് തട്ടി വീണു. അങ്ങനെ ഈ തറ മൊത്തം ഈ ചോറ് വീണിട്ട് എന്ന് വെച്ചാൽ അവിടെ എവിടെയൊന്നുമല്ല, മൊത്തത്തിലങ്ങ് വീണു. ഇങ്ങനെ വീണാണ്. ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എനിക്കെൻ്റെ പൂച്ചകളുണ്ടല്ലോ, വിളിച്ചാൽ വന്ന് തിന്നുമായിരിക്കും. ഞാൻ ഇതോ ആ കിടക്കണ കുരങ്ങനെ കാണാൻ പറ്റൂല. അതല്ലവൻ അവിടെ കിടന്ന് ഉരുളുന്ന അവനില്ലേ, അവനെ വിളിച്ചപ്പോഴത്തേക്കും അവനെൻ്റെ ഈ ചോറ് വന്ന് തിന്നാതെ അടുത്ത് നിന്ന് മണപ്പിച്ച് നോക്കിയിട്ട് അവന് വേണ്ടത്. എന്നിട്ട് അവൻ അതിൻ്റെ അടുത്ത് ഞാനിതൊക്കെ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ചൂലെടുത്ത് ഇത് മൊത്തം തൂത്ത് വാരി ശേഷം ഇപ്പം ഞാൻ എന്താ ഇവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. തുടയ്ക്കുകയാണ്, കണ്ടില്ലേ? ഒരു പണിയില്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നി. പിന്നെ മണിക്കൂറുകൾ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ എന്തെങ്കിലും. ഒരു കാര്യമില്ലാതെയാണ് 6 പൂച്ചകൾ ഈ വീട്ടിൽ ഞാൻ വളർത്തുന്നത്. ഇതിനാണ് നിന്നെ ഞാൻ വളർത്തുന്നത്. കണ്ണീർ കായലിലേതോ കടലാസിൻ്റെ